ആടുജീവിതം. പ്രവാസിയായ നജീബിന്റെ അസാധാരണമായ ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ചോര ചീന്തുന്ന ഒരു ഏട്, അതാണ് ബെന്യാമിന്റെ ആടുജീവിതം. ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫിൽ ജീവിക്കുന്നു, ലക്ഷക്കണക്കിന് തിരിച്ചുപോയിരിക്കുന്നു. ഇതിൽ എത്ര പേർ മരുഭൂമിയുടെ തീക്ഷ്ണത പൂർണ്ണമായും അനുഭവിച്ചിട്ടുണ്ട്? ആ തീക്ഷ്ണത തൊട്ടറിഞ്ഞ നജീബ് എന്നയാളുടെ അനുഭവമാണ് ആടുജീവിതം. ജീവിതം നട്ടുനനക്കാനായി പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഒരു നജീബിൻ്റെയല്ല, ഒരുപാട് നജീബുമാരുടെ ജീവിതമാണ് നമ്മൾ അറിയാതെ പോകുന്നത്. UAE ആണെങ്കിലും GCCയിലെ ഏത് രാജ്യങ്ങളാണെങ്കിലും ഏത് അറബിക് രാജ്യങ്ങളാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ. നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് നജീബുമാർക്ക് വേണ്ടി ഈ കഥ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു നജീബിനെ മാത്രം ബെന്യാമിൻ എഴുതിയതുകൊണ്ട് നമ്മൾ അറിയുന്നു. ഇതുപോലെയുള്ള ഒരുപാട് നജീബുമാർ ഇനിയും ഇവിടുണ്ട്. പൃഥ്വിരാജിന് ഒരിക്കലും യഥാർത്ഥ നജീബിനെ 100% സ്ക്രീനിൽ അവതരിപ്പിക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാൾ അനുഭവിച്ചത് അയാൾക്ക് മാത്രമേ അറിയൂ. മറ്റൊരാൾക്ക് അത് പുനരാവിഷ്കരിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. പൃഥ്വിരാജ് ആസ് എൻ ആക്ടർ അയാളുടെ ഡ്യൂട്ടി ചെയ്തു, അത്രമാത്രം. ഇവിടെ ക്രെഡിറ്റ് പോകേണ്ടത് പൃഥ്വിരാജിനോ ബ്ലസ്സിക്കോ അല്ല, റിയൽ നജീബിനാണ്. ഈ സിനിമയ്ക്ക് കിട്ടുന്ന വൻ ലാഭം അത് എന്തു തന്നെയായാലും എത്ര തന്നെയായാലും അതിലൊരു പങ്ക് നജീബിനുള്ളതാണ്. നജീബിനെ പോലെ ഇന്നും ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ സിനിമയുടെ ക്രൂ അത് അർഹിക്കുന്ന കൈകളിൽ എത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ.